പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. എൻ്റെ പേര് എബിൻ, സ്ഥലം ആലുവയാണ്. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്നൊരു സമ്മാനം നമ്മുടെ കയ്യിലേക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി കൊണ്ടുതന്ന് തരുമ്പോൾ എന്തുമാത്രം സന്തോഷമായിരിക്കും. ചിലപ്പോൾ സന്തോഷം കൊണ്ട് നമ്മൾ തുള്ളിച്ചാടുമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞങ്ങട് ഒഴുകുമായിരിക്കും. പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയ 2 സമ്മാനങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ ജപമാലയും ആലപ്പുഴ IMS ധ്യാനകേന്ദ്രത്തിലെ മരിയ റോസാമിസ്റ്റിക്ക ടീമിനോടൊപ്പമുള്ള സ്വർഗീയ അഭിഷേക ധ്യാനവും. രണ്ടും ഈ ഒരു വർഷക്കാലം പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയ സമ്മാനങ്ങളാണ്. പരിശുദ്ധ അമ്മയ്ക്കുള്ളൊരു പ്രത്യേകതയാണ്, അമ്മയ്ക്കുള്ള മുഴുവനും അമ്മയുടെ മക്കൾക്ക് സ്നേഹത്തോടെ തരും. ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചൊരു പുസ്തകമായിരുന്നു യേശുവിൻ്റെ കണ്ണുകളിലൂടെ. ഈശോയുടെ പരിസ്ഥിതി ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെപ്പറ്റി ഈശോ ദർശനങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന നല്ലൊരു പുസ്തകം. ആ പുസ്തകത്തിലെ ഒരു സംഭവം ഇങ്ങനെയാണ്. ഈശോയും ശിഷ്യന്മാരും ദൈവരാജ്യത്തെപ്പറ്റി പ്രഘോഷിച്ചുകൊണ്ട് നാടുകൾ തോറും ചുറ്റി നടക്കുകയാണ്. അതിനിടയ്ക്ക് ഈശോയ്ക്കൊരാഗ്രഹം, അമ്മയുടെ അടുത്തൊന്ന് പോകണം. അമ്മയെ കണ്ടിട്ട് ഒത്തിരി നാളായി. അപ്പോൾ ശിഷ്യന്മാരോട് ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അതിലേറെ സന്തോഷം. അങ്ങനെ അവർ അമ്മയുടെ അടുത്തെത്തി. അന്നേ ദിവസം അവിടെ അമ്മയ്ക്കുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അമ്മ ആ ഭക്ഷണമെടുത്ത് ഓരോ ശിഷ്യന്മാർക്കും ഈശോയ്ക്കുമായിട്ടിങ്ങനെ പങ്കുവെച്ച് കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ അന്ത്രയോസ് ശ്ലീഹ പെട്ടെന്ന് പുറത്തേക്ക് പോയിട്ട് 1 മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളായിട്ട് വരികയാണ്. എന്നിട്ട് അമ്മയോട് പറയുകയാണ്, അമ്മ ഞങ്ങളെ എത്ര അധികമായിട്ടാണ് സ്നേഹിക്കുന്നത്. അമ്മയ്ക്കുള്ള ഭക്ഷണം പോലും അമ്മ മുഴുവനായിട്ട് ഞങ്ങൾക്ക് തന്നു. ഇതെങ്കിലും അമ്മക്ക് തന്നില്ലെങ്കിൽ പിന്നെ എന്താ ഞങ്ങളെക്കൊണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. അങ്ങനെ പറഞ്ഞ് യാക്കോബ് ശ്ലീഹായ്ക്ക് ഒരു പാട്ടൊക്കെ പാടി തുള്ളിച്ചാടുന്നുണ്ട്. അമ്മയ്ക്കൊരു സമ്മാനം, എൻ്റെ അമ്മയ്ക്കൊരു സമ്മാനം, ഞങ്ങളുടെ അമ്മയ്ക്കൊരു സമ്മാനം, സ്നേഹനിധിയായ അമ്മയ്ക്കൊരു സമ്മാനം. അങ്ങനെ അവർക്കെല്ലാം ഭയങ്കര സ്നേഹമാണ് പരിശുദ്ധ അമ്മയോട്. പരിശുദ്ധ അമ്മയോട് നമ്മൾ കൂടുതൽ അടുക്കും തോറും പരിശുദ്ധ അമ്മ തനിക്ക് ലഭിച്ചിട്ടുള്ള സ്വർഗീയ കൃപകൾ മുഴുവൻ നമുക്ക് സന്തോഷത്തോടെ തരും. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം പരിശുദ്ധ അമ്മയോട് കൂടുതലായിട്ട് അടുക്കാൻ എന്നെ സഹായിച്ച ശക്തമായ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ ജപമാല. ആലപ്പുഴ IMS ധ്യാനകേന്ദ്രത്തിലെ ജിൻസ് ബ്രദറിൻ്റെ പക്കൽ നിന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ എനിക്ക് ഈ ജപമാല ലഭിച്ചു. ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാനിത് ചൊല്ലിത്തുടങ്ങിയത് മുതൽ കൃപയിലിങ്ങനെ വളർന്നു വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കരുത്തും ശക്തിയും ഇതുവഴി എനിക്ക് ലഭിച്ചു. വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പേരോട് പറയണമെന്ന് നല്ല ആഗ്രഹം. അങ്ങനെ നന്മമരത്തിൽ ഒരു ഷെയറിങ് ചെയ്യുവാനായിട്ട് ദൈവകൃപയാൽ എനിക്ക് സാധിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മ നൽകിയ സമ്മാനം മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ വേറൊരാഗ്രഹം മനസ്സിലുദിച്ചു. അതൊരു ധ്യാനം കൂടണം. ഒരു 6 വർഷമായി താമസിച്ചുള്ളൊരു ധ്യാനം കൂടിയിട്ട്. ജപമാല തന്ന അന്ന് മുതലേ ജിൻസ് ബ്രദർ പറയുകയാണ്, IMSൽ വന്ന് സ്വർഗീയ അഭിഷേക ധ്യാനം കൂടണമെന്ന്. സാഹചര്യങ്ങൾ പ്രതികൂലമായതുകൊണ്ട് അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല കൂടുതലായിട്ട് ചൊല്ലുവാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ, ഈ സെപ്റ്റംബർ മാസം അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഈ ബർത്ത്ഡേ അമ്മയുടെ ഒപ്പം അമ്മയുടെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിച്ചുകൊണ്ട് എനിക്ക് ആഘോഷിക്കണം. പരിശുദ്ധ അമ്മ ആ ആഗ്രഹം എനിക്ക് സന്തോഷത്തോടെ സഹായിച്ചു തന്നു. സെപ്റ്റംബർ 5 മുതൽ 8 വരെ ആലപ്പുഴ IMS ധ്യാനകേന്ദ്രത്തിലെ പരിശുദ്ധ മരിയ റോസാമിസ്റ്റിക്ക ടീമിനോടൊപ്പം സ്വർഗീയ അഭിഷേക ധ്യാനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ ധ്യാനത്തിലേക്ക് കടന്നു വരികയാണ്. IMSലെത്തി രജിസ്ട്രേഷൻ കഴിഞ്ഞു. ധ്യാനിപ്പിക്കുന്ന പ്രദേശം പാട്ടുപാടുന്ന ചേട്ടനുമൊക്കെയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സുഗന്ധാഭിഷേകം അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. ജിൻസ് ബ്രദർ തൻ്റെ കയ്യിലുള്ള മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല എടുത്ത് കാണിച്ചു തന്നു. അതിൽ നിന്ന് നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിശുദ്ധ കുർബാനയോടെ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു.
നന്നായി ഒരുങ്ങി പരിശുദ്ധ കുമ്പസാരം നടത്തുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഒത്തിരി ക്ലാസ്സുകളുണ്ടായിരുന്നു. ദൈവസ്നേഹത്തെപ്പറ്റി, പരിശുദ്ധ കുർബാനയെപ്പറ്റി, പരിശുദ്ധാത്മാവിനെപ്പറ്റി, നമ്മുടെ ശത്രുവായ പിശാചിനെപ്പറ്റി, പരിശുദ്ധ അമ്മയെപ്പറ്റി, കുടുംബജീവിതത്തെപ്പറ്റി, ദൈവവചനത്തെപ്പറ്റി ഒത്തിരി ക്ലാസ്സുകൾ, ഒത്തിരി വചനങ്ങൾ വചനാധിഷ്ഠിതമായി കേൾക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഡെലിവറൻസ് പ്രാർത്ഥനകളും അഭിഷേക പ്രാർത്ഥനകളും രോഗശാന്തി ശുശ്രൂഷയും ദിവ്യകാരുണ്യ ആരാധനയും ആഴമായ ദൈവസ്നേഹം അനുഭവിക്കാൻ ഇടയായ അവസരങ്ങളായിരുന്നു. ധ്യാനത്തിനിടയിൽ പല സമയത്തും പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യം അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളുണ്ടായി. അമ്മയുടെ ഓരോ പാട്ട് കേൾക്കുമ്പോഴും അതിയായ സ്നേഹം, താരാട്ട് പാടി ഉറക്കുന്ന അനുഭവം, മടിയിലിരുത്തുന്ന അനുഭവം, തോളിലേറ്റുന്ന അനുഭവം, ഈശോയും പരിശുദ്ധ അമ്മയും കൂടെ വന്ന് കൈപിടിച്ച് ഒപ്പം നടക്കുന്ന അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രാർത്ഥനയായ പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ ജപമാലയെപ്പറ്റി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും മടുപ്പൊന്നും കൂടാതെ കൂടുതൽ ജപമാല ചൊല്ലുവാനായിട്ടുള്ള കൃപയും എനിക്ക് ലഭിച്ചു. ഇതിലെല്ലാം ഉപരിയായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ആ ധ്യാന ടീമിൻ്റെ സ്നേഹവും എളിമയുമാണ്. വളരെ താഴ്ന്ന നിലയിൽ നിന്ന് വളർന്നു വന്ന ടീം അംഗങ്ങളാണ് അതിൽ ഓരോരുത്തരും. അവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും കണ്ണു നിറയാതെ അവിടെ ഇരുന്ന് കേൾക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഒത്തിരിയേറെ സഹനത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിലും ഈശോയെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന അവരെ കണ്ടപ്പോൾ എൻ്റെ വിശ്വാസം തന്നെ വർദ്ധിച്ചു. അവിടെ കൂടുതലും വരുന്നത് മത്സ്യത്തൊഴിലാളികളായ സാധാരണക്കാരായ വ്യക്തികളാണ്. അവരുടെ ഉറപ്പുള്ള വിശ്വാസവും എന്നെ ഒത്തിരി സ്പർശിച്ചു. ഈശോയുടെ സ്നേഹം മനുഷ്യരിലൂടെ ഇത്ര നേരിട്ട് അനുഭവിച്ചത് ആദ്യമായിട്ടാണ്. ഒരു മണിക്കൂർ എടുത്തായിരുന്നു എൻ്റെ കൗൺസിലിംഗ് ശുശ്രൂഷ. ചാൾസ് ബ്രദറായിരുന്നു എന്നെ കൗൺസിലിംഗ് ചെയ്തത്. എനിക്ക് ഒത്തിരി ജീവിതഭാരങ്ങളും സങ്കടങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അതെല്ലാം അവിടെ ഇറക്കി വെച്ചു. അപ്പോൾ ബ്രദറിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ എങ്ങനെ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ഈശോയിൽ ആശ്രയിക്കാനും സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. സാധാരണ ഒരു ധ്യാനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലവുമായി നമ്മളധികം ബന്ധം ഉണ്ടാവാറില്ല. ഇടയ്ക്കങ്ങോട്ട് പോയാലായി. പക്ഷെ ഇവിടെ തികച്ചും വ്യത്യസ്തമായി ഏത് സമയത്തും നമുക്ക് വിളിക്കാം. രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല. എപ്പോൾ വിളിച്ചാലും നമ്മെ കേൾക്കുമെന്നും നമുക്ക് ഉത്തരം കിട്ടുമെന്നും ഉറപ്പുണ്ട്. ഞായറാഴ്ചയാണ് ധ്യാനം കഴിഞ്ഞത്. അപ്പോൾ തിങ്കളാഴ്ച ഞാൻ ജെൻസ് ബ്രദറിന് ഒരു മെസ്സേജ് അയച്ചു. പെട്ടെന്ന് തന്നെ ബ്രദർ എന്നെ വിളിച്ചു. അവർക്ക് എന്തുമാത്രം സഹനമുണ്ടെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്തുതിപ്പും ആരാധനയൊക്കെ ആയിട്ട് ബ്രദറിൻ്റെ ചുണ്ടും വായും തൊണ്ടയൊക്കെ പോയിരിക്കുകയായിരുന്നു. എന്നിട്ട് പോലും എന്നോട് സംസാരിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതാണ് സ്നേഹം. സ്നേഹം പലപ്പോഴും നമ്മെ ഇങ്ങനെ പിടിച്ചു വലിക്കും. ധ്യാനത്തെപ്പറ്റി ഒത്തിരി നെഗറ്റീവ് കമൻസ് ഞാൻ കേട്ടായിരുന്നു. പക്ഷേ അവിടെ വന്ന് കണ്ട് തൊട്ട് അനുഭവിച്ചപ്പോൾ അതെല്ലാം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും ശക്തമായ സാന്നിധ്യവും പ്രവർത്തനവുമാണ് അവിടെ നടക്കുന്നതെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു. എളിമയോടെ, ഉറച്ച വിശ്വാസത്തോടെ, ഹൃദയവിശുദ്ധിയോടെ വന്നാലേ ദൈവത്തെ കണ്ടേ നമ്മൾ തിരിച്ചു പോരൂ. മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഈ ധ്യാനം നടത്താൻ സാധിക്കൂ. അത്രയേറെ ഒരുക്കവും പ്രാർത്ഥനയും ഇതിനായിട്ട് വേണം. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചാലും അവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല. ഞാൻ ഓഗസ്റ്റ് മാസം വരണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് ലീവ് കിട്ടിയില്ല. പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് അമ്മ നമ്മളെ കൂട്ടിക്കൊണ്ട് പോയാലേ അവിടെ എത്തിപ്പെടാനായിട്ട് സാധിക്കൂ. എൻ്റെ അമ്മ എന്നെ അമ്മയുടെ ജന്മദിനത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ടുപോയ ധ്യാനമായിരുന്നു ഇത്. ഒരുപാട് കൃപകൾ എനിക്ക് ലഭിച്ചു. ശരിക്കും ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയായിരുന്നു. ഈശോയെ, പരിശുദ്ധ അമ്മയെ നീ സ്നേഹിച്ച അത്രയും സ്നേഹിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഈശോയെ, അതിൽ കുറച്ചെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാനും അമ്മയുമൊത്തുള്ള നല്ലൊരു ജീവിതം നയിക്കാനും
സ്വർഗത്തിലേക്കുള്ള ആ ഗോവണിയിലൂടെ നടന്ന് ഈശോയുടെ അടുത്തേക്ക് എത്തുവാനും എന്നെ സഹായിക്കണമേ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, പരിശുദ്ധ അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേത് മാത്രമാണ്. ആവേ മരിയ.